ബി.ജെ.പിയുടെ കേരള ഘടകത്തിൽ അടിമുടി മാറ്റം വരാൻ പോകുകയാണെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനാണ് ഇനി ബി.ജെ.പിയുടെ പുതിയ കേരളത്തിലെ അധ്യക്ഷ. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചുകൂടെ? സംഭവിക്കാതിരിക്കൊന്നുമില്ല. ഇനി സുരേന്ദ്രൻ മാറണ്ടേ? സുരേന്ദ്രനെ മാറ്റാനായിട്ട് ആരും തീരുമാനിച്ചിട്ടില്ല. സുരേന്ദ്രൻ രാജിവെക്കാൻ തീരുമാനിച്ചിട്ടില്ല. മാറ്റാനുള്ള കാരണവുമില്ല. എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ മാറേണ്ടത്? മീഡിയ പറഞ്ഞു. മീഡിയ പറയുന്നു. മീഡിയ ആയിരിക്കും തീരുമാനം എടുക്കുക. മീഡിയ മാറ്റിക്കൊള്ളുക. അവർ തീരുമാനിക്കട്ടെ. മീഡിയ തീരുമാനിക്കുന്നതല്ലേ കേരളത്തിലെ ബി.ജെ.പി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര തെരഞ്ഞെടുപ്പിൽ CPM തോറ്റു? ഇപ്പോൾ 19 തോറ്റു. അതെ അല്ലേ? ഗോവിന്ദൻ മാറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഗോവിന്ദൻ മാറാനായിട്ട് തയ്യാറായത്, പക്ഷെ ആരും പറയാത്തോണ്ട് ഗോവിന്ദൻ മാറണമെന്ന് പറഞ്ഞ് എന്താ മീഡിയ ചർച്ച ചെയ്യാത്ത? എന്തൊരു സ്നേഹമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ബി.ജെ.പിക്ക്. പക്ഷേ ശോഭയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ശോഭ എനിക്ക് ഇന്നലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. മാധ്യമങ്ങൾ വളയുമ്പോൾ ശോഭ അക്ഷോഭിയായി. ശോഭയുടെ ഇത്രയും ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ശോഭ എപ്പോഴും ചെയ്യുന്ന അതിവൈകാരികതയൊക്കെ എടുത്ത് നിലവിളിക്കും. കാച്ചിക്കുറുക്കിയ വാക്കുകൾ കൊണ്ട് മീഡിയക്കാരെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ശോഭയുടെ ചിത്രം ഇന്നലെ കണ്ടു. ശോഭ സമ്മേളന നഗരത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും വന്ന് മൈക്കുമായിട്ട് വളയുന്നു. ശോഭ പറയുന്നത് എനിക്ക് പറയാനുള്ളതെല്ലാം ഇന്നലെ തന്നെ ബി.ജെ.പിയുടെ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ നന്നായി പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യം എനിക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് യോഗത്തിൽ പങ്കെടുക്കണം. വഴിമാറ് മുണ്ടക്കൽ ശേഖരന്മാരെ. മുണ്ടക്കൽ ശേഖരനൊന്നും അല്ല അവിടെ നിൽക്കുന്നത്. വഴിമാറെന്ന് പറഞ്ഞ് ശോഭ കടന്നുപോയി. അല്ലാതെ ശോഭ അവിടെ നിന്ന് വായി തോന്നൊക്കെ വിളിച്ച് പറയല്ല. കുറച്ച് നാളായി കേരളത്തിലെ പ്രത്യേകിച്ച് പാലക്കാട് ബി.ജെ.പി കിടക്കുന്നത് എന്താ? ഇലക്ഷൻ കഴിയുന്നു, കുറേ സംഭവം ഉണ്ടാക്കണം. ഓരോരുത്തരുടെ വീട്ടിലേക്ക് ഏഷ്യാനെറ്റിൻ്റെ മൈക്കുമായിട്ട് ചെല്ലുന്നു. ആദ്യം ശിവരാജനെ പോയി കിടന്നു. ശിവരാജൻ എന്തൊക്കെയോ പറയുന്നു. അത് കഴിയുമ്പോൾ അവിടുത്തെ പ്രഭാരി അയാളുടെ പേരുടെ രഘുനാഥനെ കാണുന്നു. രഘുനാഥ് പറയുന്നു അത് ഒരിടത്ത് പാലക്കാട്, പിന്നെ കോഴിക്കോട്. എനിക്ക് പറയാനുള്ള ഒന്നും പറയാനില്ല. അതൊക്കെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ പക്വമായി പറയുന്നു. ഇടയ്ക്ക് ലൂസ് ടോക്ക് പറയുന്ന ചില ആളുകൾ വരുന്നു. അവിടെ പിന്നെ വീണ്ടും കോഴിക്കോട് പാലക്കാട് വീണാ ശശിധരൻ കാണുന്നു. മുനിസിപ്പൽ ചെയർമാൻ്റെ അടുത്തേക്ക് പോകുന്നു. അവരെന്തൊക്കെയോ പറയുന്നു. ഇങ്ങനെ വായിൽ തോന്നുന്നത് പറഞ്ഞ് വഷളാക്കുന്ന കുറേ ബി.ജെ.പിക്കാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഈ വല്ലാതെ ബി.ജെ.പി രാഷ്ട്രീയത്തെ വല്ലാതെ പൊളൂട്ട് ചെയ്തു. ആ പൊളൂട്ട് ചെയ്തതിന് മലീമസമാക്കി. അതിനെ മുതലെടുത്ത് മാധ്യമങ്ങൾ റേറ്റിംഗ് കൂട്ടാൻ നോക്കി. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ബി.ജെ.പിയെ തകർക്കൽ എന്നുള്ള അജണ്ട കൊണ്ടു നടന്നപ്പോൾ അവരേറ്റവും വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്ന ഒരാളാരെന്നറിയോ? ശോഭയാണ്. ശോഭ വന്ന് നിൽക്കും, ശോഭയെ കുത്താം, ശോഭയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴും. യോഗം തുടങ്ങുന്നതിന് മുമ്പ് വലിയ പൊട്ടിത്തെറി. ശോഭാ സുരേന്ദ്രൻ ഇത് പറഞ്ഞിട്ട് യോഗത്തിനകത്തോട്ട് കയറി ഇനി അവിടെ കൊടുങ്കാറ്റ്, ആഞ്ഞടി എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ച് വരുന്നതിൻ്റെ പ്രതീക്ഷകളാകെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. അപ്പോൾ ശോഭയെ ഇത്രയും പക്വമതിയായ ഒരു ശോഭാ സുരേന്ദ്രനെ സമീപകാലത്ത് കണ്ടിട്ടില്ല. ശോഭയുടെ നമുക്കിഷ്ടമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വനിതാ നേതാവിനെ. കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പൊതുവേ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും പശ്ചാത്തലവും അവർ പ്രവർത്തിക്കുന്ന പാർട്ടി ഒക്കെ അങ്ങനെ പൊതുവിൽ അവരെ ഇഷ്ടമാണ്. ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വീതം കൂട്ടുന്നു. അല്ല, ഞാൻ നമ്മുടെ വനിതാ നേതാക്കന്മാരെ എടുത്ത് കേരളത്തിൽ ഇത്രയും പോപ്പുലറായിട്ടുള്ള വേറെ വനിതാ നേതാവ് ആരാ ഉള്ളത്? ഒരുപക്ഷെ ശൈലജ ടീച്ചർ ഉണ്ടാവും. ശൈലജ ടീച്ചർ കഴിഞ്ഞാൽ കേരള പൊളിറ്റിക്സിലെ ഏറ്റവും ഉന്നത ശീർഷയായ ഏറ്റവും പോപ്പുലറായ വനിതാ നേതാവ് കാസർഗോഡ് മുതൽ പാറശാല വരെ അറിയുന്ന ഒരു നേതാവുണ്ടെങ്കിൽ ശോഭ മാത്രമേ ഉള്ളൂ. തർക്കമില്ല. അതിൽ ആർക്കും തർക്കമില്ല. ആരും കരഞ്ഞിട്ടും കരഞ്ഞില്ല. ഇപ്പം മറ്റേ ദിവ്യയെ കൂടെ അറിയും. വേറെ ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ള, ശോഭ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശോഭ കൂടെ ശ്രദ്ധിക്കട്ടെ. ഈ പ്രസംഗത്തിൽ നമ്മൾ പത്രസമ്മേളനം മിതം ചാവ സാരം ചാ വാഗ്മിത എന്നുണ്ടല്ലോ. ശോഭ പലപ്പോഴും പറയുമ്പോൾ കാട് കയറി പോകുന്നുണ്ട്. ഈ കാട് കയറി പോകുന്ന അടർത്തിയെടുത്തും ദുർവ്യാഖ്യാനം ചെയ്തുമാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ബൂമറാങ് പോലെ തിരിച്ചു വരാറുണ്ട്. പക്ഷേ ഇന്നലെ കണ്ടത് നേരത്തെ പറഞ്ഞ വളരെ പക്വമതിയായ ഒരു ശോഭയാണ്. ഇന്നലെ കണ്ട ശോഭയാണ് ശോഭ. ആ ശോഭയാണ് തുടർന്ന് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ ബി.ജെ.പി നേതാക്കന്മാർ വല്ലാത്ത പക്വത, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വലിയ തോതിൽ അമോർജ് ചെയ്ത് കയറി വരുന്നൊരു കാഴ്ചയുണ്ട്. തൊട്ടുമുമ്പ് ശോഭാ സുരേന്ദ്രൻ വരുന്നതിന് തൊട്ടുമുമ്പ് ഈ പറയുന്ന കെ സുരേന്ദ്രൻ, അത് തന്നെ ഞാൻ പറയാൻ വന്നത്. പിണറായി വിജയൻ്റെ ഒരു പത്രസമ്മേളനം ഓർക്കുന്നുണ്ടോ? അൻവറിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ അക്ഷോഭ്യനായി മാധ്യമങ്ങളുടെ മുന്നിൽ പിണറായി അങ്ങിരുന്നുണ്ട്. എല്ലാവർക്കും ചോദിച്ചു. നേരത്തെ 7 മണിയായി കഴിഞ്ഞു, ടക്ക് മൈക്ക് ഓഫ് ചെയ്തിട്ട് പിണറായി അവിടെ ഇരുന്നിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്തു. അന്ന് ഈ പറഞ്ഞ പോലെ പാർട്ടിക്കാരെ പഠിപ്പിച്ചു വിട്ട ചില മാധ്യമ പ്രവർത്തകരെ വിട്ടില്ല. ആരും എന്തും ചോദിക്കട്ടെ എന്നുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് നടത്തി ആ പത്രസമ്മേളനം, ഉഗ്രം പത്രസമ്മേളനം, ക്ലാസ് പത്രസമ്മേളനം. ഒരു രാഷ്ട്രീയ നേതാവ്
എങ്ങനെ മാധ്യമങ്ങളെ ഹാൻഡിൽ ചെയ്യണമെൻ്റെ ക്ലാസ് ഉദാഹരണമായിരുന്നു പിണറായിയുടെ അന്നത്തെ പത്രസമ്മേളനം. നമ്മളത് ഇവിടെ സംസാരിച്ചു, നമ്മൾ ഇതുപോലെ സംസാരിച്ചാണ്. പിണറായിയെക്കുറിച്ച് നമുക്ക് വലിയ ആദരവ് തോന്നിയ ഒരു പത്രസമ്മേളനമാണ്. അതുപോലെയായിരുന്നു സുരേന്ദ്രൻ ഞാൻ 2 ദിവസം മുമ്പ് നടത്തിയ പത്രസമ്മേളനം. സുരേന്ദ്രൻ അങ്ങ് പാലക്കാട്ടെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലും ഇരുന്ന് കൊടുത്തു, എല്ലാത്തിനും മറുപടി പറഞ്ഞു, ഒട്ടും ക്ഷോഭിച്ചില്ല, അക്ഷോഭ്യനായി പറയാനുള്ളതെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇവർ വളച്ചൊടിച്ചു. സുരേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ രാജിവെക്കുമോ? ഞാനെന്തിനു രാജിവെക്കണം? ഞാൻ ഇവിടെ ഇരിക്കുന്ന BJPയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞ പോലെയാണ്, അവർ ഞാൻ ഇരിക്കേണ്ടെന്ന് തീരുമാനിച്ച് ഇരിക്കത്തില്ല എന്ന് പറഞ്ഞത് ഇതിനെ ഉടനെ മാറ്റിമറിച്ച് രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന തരത്തിൽ വ്യാഖ്യാനം. അപ്പം ഞാൻ പറയുന്നത് ഈ വാർത്തയുണ്ട്, BJP വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ ആ സമ്മേളനം കഴിഞ്ഞല്ലോ, ഇവിടുത്തെ നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം ഒന്നും കിട്ടിയില്ല. ഉടനെ എടുത്ത് എന്താണ്, AN രാധാകൃഷ്ണൻ പങ്കെടുത്തില്ല, PK കൃഷ്ണദാസ് പങ്കെടുത്തില്ല, പിന്നെ ഒരാളുടെ MD രമേശ് പങ്കെടുത്തില്ല. അവർ ഒരു 10 100 പേരോ പങ്കെടുക്കുന്ന യോഗത്തിൽ 2 3 പേർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പങ്കെടുക്കാത്തവർ ചിലപ്പോൾ ഒഫീഷ്യലായിട്ട് അവധി അറിയിച്ചിട്ടുണ്ടാകാം, അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവാം. രമേശിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു. അതായത് ഇന്നലെ കൂടിയത് BJP നേതൃയോഗമായിരുന്നില്ല, എലക്ഷൻ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ആളുകളും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു ഇലക്ഷൻ റിവ്യൂ യോഗമായിരുന്നു. അപ്പോൾ അവർ പങ്കെടുത്താൽ മതി, എനിക്ക് നേരത്തെ നിശ്ചയിച്ച പരിപാടികളുണ്ടായിരുന്നു. അത് അത്ര ഇന്നവിറ്റബിൾ ആയിട്ടുള്ള പ്രസൻസ്, അനിവാര്യമായി സാന്നിധ്യം ഉറപ്പാക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നില്ല, അതുകൊണ്ട് വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ കുറച്ചായിട്ട് ഈ ആളുകൾക്ക് മിസ്ലീഡ് ചെയ്യാനും തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്യാനും വ്യാഖ്യാനിക്കാനും കഴിയുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും ശൈലികളും പെരുമാറ്റങ്ങളും ശരീരഭാഷയൊക്കെ BJPക്കാരിൽ നിന്ന് പലപ്പോഴും വരാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞിടയ്ക്ക് ഇതിലൊക്കെ വല്ലാത്തൊരു അച്ചടക്കം വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, BJPക്കാരെ കുറിച്ച് മാത്രമാണ് BJPക്കാർ ഈ ഒരു പറ്റം BJPക്കാർ അല്ലെങ്കിൽ BJP വോട്ടർമാർ എന്ന് പറയുന്നത് BJPനെ KJP എന്ന് വിളിക്കത്തുള്ളൂ. അത് സ്വയം മലർന്നു കിടന്നു തുപ്പല്ലേ. ഇപ്പോൾ CPM-നെ കുറിച്ച് എതിരാളികൾ KJP എന്ന് വിളിക്കട്ടെ, നമുക്ക് മനസ്സിലാക്കാം. പാർട്ടിക്കാർ വിളിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? അത് സ്വന്തം പാർട്ടിയുടെ മൂലക്കല്ലൂരുന്നത് പോലെയാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ കളിയാക്കി CPM-നെ CPIM എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നതിന് പകരം മുസ്ലിം എന്ന് നമ്മൾ പറയാറുണ്ട്. അവരുടെ ന്യൂനപക്ഷ പ്രീണന നിലപാടുകൾ കാണുമ്പോൾ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നിരന്തരം ആ പാർട്ടി അങ്ങനെ ആരും വിളിക്കാറില്ല. കോൺഗ്രസിനെ വിളിക്കാറുണ്ടോ? ഈ എല്ലാ പാർട്ടികളിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ പാർട്ടികളിലും ഗ്രൂപ്പിസമുണ്ട്, എല്ലാ പാർട്ടികളിലും പരാജയമുണ്ട്. എന്നാൽ പോലും പൊതു ഇടങ്ങളിൽ സ്വന്തം പാർട്ടിയെ എടുത്തിട്ട് അലക്കുന്നൊരു സ്വഭാവം BJPക്കാർക്ക് കൂടുതൽ. അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് ഇവർ ആലോചിക്കുന്നില്ല. അപ്പോൾ സുരേന്ദ്രൻ മാറണമെന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെടുക. സുരേന്ദ്രൻ അവിടെ ഇരിക്കുന്നത് സുരേന്ദ്രൻ്റെ ഇഷ്ടപ്രകാരമാണോ അവിടെ ഇരിക്കുന്നത്? സുരേന്ദ്രൻ അവിടെ ഇരുത്തിയിരിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അവർക്കും ഈ കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല ഇവിടുത്തുള്ള ഒരുപാട് ആളുകൾ പരാതികളും ഒക്കെ എഴുതി അയക്കുന്നുണ്ട്. എന്നിട്ടും അവർ തീരുമാനിക്കുകയാണ് അവിടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ തള്ളി പറയുന്നത് നിങ്ങൾ വീരപുരുഷന്മാരായി കാണുന്ന മോദി, അമിത്ഷാ, നദ്ദ എന്നൊക്കെ പറയുന്നവരില്ലേ, അതൊക്കെ ഈ പറയുന്ന ഈ സുരേന്ദ്രൻ്റെ തല വെട്ടണം, സുരേന്ദ്രനെ പുറത്താക്കണം, ചാണകവെള്ളം തളിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ആരാധ്യരായ മോദി, അമിത്ഷാ, നദ്ദ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയാണ് സുരേന്ദ്രൻ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയാണ് തള്ളി പറയുന്നത്? ദേശീയ നേതൃത്വത്തെയാണ്. അപ്പം ഇത് ഈ ആരോഗ്യകരമായ ചർച്ച ഉണ്ടാവട്ടെ, പിന്നെ ഇത് അകത്ത് പറയണം പുറത്ത് പറയണം എന്നുള്ള അകത്ത് അതേ പറയാവുള്ളൂ എന്ന് പറയുന്ന അത്തരം നിലപാടൊന്നുമല്ല ഞാൻ പറയുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയാം, പക്ഷേ അതിനൊക്കെ വിമർശിക്കാം. സംസ്ഥാന നേതൃത്വത്തെ നിങ്ങൾ വിമർശിക്കുമ്പോൾ പോലും അതിന് സഭ്യമായ ഭാഷ. എനിക്ക് വളരെ മോശം തോന്നുന്നത് ഈ എതിരാളികൾ വിളിക്കട്ടെ സുരേന്ദ്രനെ ഉള്ളിസൂരാന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കുന്ന BJPക്കാരോട് നമുക്ക് ബഹുമാനം തോന്നുന്നു. സ്വന്തം പാർട്ടി നേതാവിനെ ഒരിക്കലില്ല. അല്ല, പിണറായി വിജയനെ അഭിപ്രായ വ്യത്യാസമുള്ള എത്രയോ പേര് CPM-ലുണ്ട്. അവർ പിണറായി വിജയനെ ഈ പറഞ്ഞ പോലെ ആക്ഷേപിക്കുന്നതെങ്കിലും പദപ്രയോഗം നടത്താറുണ്ടോ? ഇല്ല. അപ്പോൾ രാഷ്ട്രീയമായൊരു സദാചാരം, ഒരു മര്യാദ ഒക്കെ വേണം. ഞാൻ നോക്കുമ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ച് കേരളത്തിലെ BJPയുടെ ഗ്രാഫ് നന്നായി ഉയർത്തിയ ഒരു നേതാവാണ്. സുരേന്ദ്രൻ്റെ തുടക്കത്തിൽ ചില ആക്ഷേപങ്ങളൊക്കെ ചില ആളുകൾ പറഞ്ഞെങ്കിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നോക്കും, ഒരു മണ്ഡലം ജയിച്ചു. സുരേഷ് ഗോപിയുടെ കഴിവ് തന്നെയാണ് പ്രധാനം. പക്ഷേ അധ്യക്ഷൻ അതിന് ക്രെഡിറ്റിന് ഒരു പങ്കുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞു തോറ്റാലെല്ലാം പ്രസിഡന്റിന്റെ കുഴപ്പമാണ്, ജയിച്ചാൽ ഞങ്ങളുടെ അങ്ങനെ ഒരു രീതിയില്ലല്ലോ. അപ്പം ജയിച്ചതിന്റെ ക്രെഡിറ്റ് കൂടെ സുരേന്ദ്രന് കൊടുക്കുമോ? 10 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നില്ലേ, 10 നിയമസഭാ മണ്ഡലങ്ങളിൽ. അപ്പം നമ്മൾ സുരേന്ദ്രൻ്റെ വെള്ളപൂശാറെന്ന് ഇറങ്ങുമല്ല. നമ്മൾ പറയുന്നത് ശോഭയുടെ കാര്യം പറഞ്ഞല്ലോ, ശോഭ വല്ലാതെ പൊളിറ്റിക്കലി എമോർജ് ചെയ്തു വരുന്നു, പക്വതയാർന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു നേതാവ് മാറേണ്ടത്. അപ്പോൾ ശോഭ, ഇപ്പം ഞാൻ പറഞ്ഞത് സുരേന്ദ്രൻ്റെ ഭാഷയിൽ ഒരുപാട് വ്യത്യാസം വരുന്നു. അതെ, ഇന്നലെ തന്നെ ഈ ശോഭയ്ക്ക് തൊട്ട് മുമ്പ് സുരേന്ദ്രൻ്റെ മുമ്പിൽ ആളുകൾ മൈക്കോട്ട് വന്നു. അപ്പോൾ പറഞ്ഞ് ഇപ്പം എന്താ നിങ്ങൾ പറയാൻ പോകുന്നത്, അവിടെ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നു, സംഘർഷം ഉണ്ടാകാൻ പോകുന്നു, നിങ്ങൾ തള്ളി മറിച്ചോളൂ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സുരേന്ദ്രൻ അതിനു മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി. ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJPയുടെ ഒരു കേരള നേതാവിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ FB പോസ്റ്റ് ചെയ്തത്. ഞാൻ സുരേന്ദ്രൻ്റെ പോസ്റ്റ് ചെയ്തു. സുരേന്ദ്രൻ വളരെ
പത്രസമ്മേളനത്തിൽ ചോദിക്കുകയാണ്, അല്ല കേരളത്തിൽ എന്താണ് ആരും ഈ വിശ്വകർമ്മ സമുദായത്തിൻ്റെ നേതാക്കന്മാരെ വീട്ടിൽ പോയി കാണാത്ത, പാർത്രിയാക്കസ് വിഭാഗത്തെ പോയി കാണാത്ത എന്താണ്, ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വീട്ടിൽ പോകാത്ത എന്താണ്, ബ്രാഹ്മണ സഭയുടെ നേതാക്കന്മാരെ പോയി കാണാത്ത എന്താണ്? ചോദ്യമല്ലേ ഇവിടെ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ സുരേന്ദ്രൻ, അപ്പോൾ അതിന് താഴെ ചില ആളുകൾ വന്ന് കമൻറ്റ് ഇട്ടു, ഈ മനുഷ്യനോട് വന്നൊരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഒരുപാട് മെച്ചപ്പെടുന്നു അല്ലേ? മെച്ചമല്ല, മെച്ചപ്പെടുന്നു എന്നല്ല, സുരേന്ദ്രനെ ആ കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് പ്രശ്നം അല്ലേ? നമ്മളൊരു നെഗറ്റീവ് മനസ്സിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്ന് തോന്നും. അതുപോലെയാണ് ശോഭയെ സംബന്ധിച്ച്. ശോഭയെ പോസിറ്റീവ് കാര്യങ്ങളൊന്നും നമ്മൾ കാണില്ല. എക്സാക്ട്ലി, പോസിറ്റീവ് കാര്യങ്ങൾ കാണാതിരിക്കുക. അപ്പോൾ ശോഭയെ സംബന്ധിച്ച്, ശോഭ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ വനിതാ നേതാവാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരേറ്റവും പക്വമതിയായി സംസാരിച്ചു. താൻ എന്തിനും പോകുന്നൊരു നേതാവാണെന്നൊരു പ്രൂവ് ചെയ്തു. ശോഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെ. ഇന്നലെ കണ്ട ശോഭയാണ് നമുക്ക് ഇന്നും കാണേണ്ടത്, നാളെയും കാണേണ്ടത്. സുരേന്ദ്രനെ സംബന്ധിച്ചും സുരേന്ദ്രൻ ഒരു നോട്ടബിൾ പേഴ്സണാലിറ്റിയാണ്. പക്ഷേ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളായി മാറുന്നുണ്ട് സമീപകാലത്ത്. വളരെ ആലോചിച്ചുറച്ച സുചിന്തിതമായ അഭിപ്രായ പ്രകടനങ്ങളുടെയും പത്രസമ്മേളനങ്ങളുടെയും വർത്തമാനങ്ങളുടെയും. ഏതായാലും കേരളത്തിലെ BJPക്ക് ചാനലുകാരൊക്കെ അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നു. അതെ, ഇപ്പം വലിയ ഏതായാലും കാരണം ഇന്നലത്തെ ആ മീറ്റിംഗുകളിലൂടെ ഈ ശോഭാ സുരേന്ദ്രനും ഒന്നും കിട്ടിയില്ല, കിട്ടിയല്ലേ ഇവരുടെ അടുക്കളയിൽ കുക്ക് ചെയ്ത വിഭവങ്ങൾ തീർന്നു. അപ്പോൾ അതുകൊണ്ട് കേരള BJPക്ക് പുറത്തുള്ള ബഹളങ്ങൾ നടക്കട്ടെ, അവർക്ക് അവരുടെ പണി നടത്താം. ഇനി പഞ്ചായത്ത് അവർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം, അത് സംബന്ധിച്ചാണ് മീറ്റിംഗ്, അത് വരാൻ പോവാണ്. അതിനുള്ള പണിയാണ് അവർ തുടങ്ങിയിരിക്കുന്നതെങ്കിൽ എല്ലാ ആശംസകളും. BJP എന്നുള്ള പാർട്ടി കേരളത്തിലെ അവഗണിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ ശക്തിയാണ്. നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ അതിവേഗം വളരുന്ന പാർട്ടിയുമാണ്. അതിലെ നേതാക്കന്മാരൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട നേതാക്കന്മാരായി ജനങ്ങളുടെ മുന്നിൽ വരട്ടെ. അതിന് പാർട്ടിക്ക് കഴിയട്ടെ. നമ്മുടെ എല്ലാ ആശംസകളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.